ഒന്ന്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? ഒന്ന്. കാർബോഹൈഡ്രേറ്റ്. 2. കൊഴുപ്പുകൾ. 3. വിറ്റമിനുകൾ. 4. ധാതുക്കൾ. 5. ജലം. 6. പ്രോട്ടീൻ. ഓപ്ഷൻ എ ഇവയെല്ലാം. ഓപ്ഷൻ ബി 1, 2, 3, 4, 5. ഓപ്ഷൻ സി 1, 2, 4, 5, 6. ഓപ്ഷൻ ഡി 1, 2, 3, 4, 6. ആൻസർ ഓപ്ഷൻ എ ഇവയെല്ലാം. 2. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് ഏത് പോഷക ഘടകത്തിൽ നിന്നാണ്? ഓപ്ഷൻ എ പ്രോട്ടീൻ. ഓപ്ഷൻ ബി വൈറ്റമിൻ. ഓപ്ഷൻ സി ധാതുക്കൾ. ഓപ്ഷൻ ഡി കാർബോഹൈഡ്രേറ്റ്. ആൻസർ ഓപ്ഷൻ ഡി കാർബോഹൈഡ്രേറ്റ്സ്. 3. കാർബോഹൈഡ്രേറ്റ്സിന്റെ വിവിധ രൂപങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ അന്നജം. ഓപ്ഷൻ ബി പഞ്ചസാര. ഓപ്ഷൻ സി ഗ്ലൂക്കോസ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 4. കാർബോഹൈഡ്രേറ്റിന്റെ ഏത് രൂപമാണ് ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും കൂടുതലായി കാണപ്പെടുന്നത്? ഓപ്ഷൻ എ സെല്ലുലോസ്. ഓപ്ഷൻ ബി അന്നജം. ഓപ്ഷൻ സി ഗ്ലൂക്കോസ്. ഓപ്ഷൻ ഡി പഞ്ചസാര. ആൻസർ ഓപ്ഷൻ ബി അന്നജം. 5. ഇവയിൽ ഏതാണ് ചെറുധാന്യങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ എ റാഗി. ഓപ്ഷൻ ബി ബജ്ര. ഓപ്ഷൻ സി ചോളം. ഓപ്ഷൻ ഡി കടല. ആൻസർ ഓപ്ഷൻ ഡി കടല. 6. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ്. ഓപ്ഷൻ എ വൈറ്റമിൻസ്. ഓപ്ഷൻ ബി പ്രോട്ടീൻ. ഓപ്ഷൻ സി കാർബോഹൈഡ്രേറ്റ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി പ്രോട്ടീൻ. 7. എന്തിന്റെ അഭാവം ആണ് ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ അസുഖങ്ങൾക്ക് കാരണം? ഓപ്ഷൻ എ വൈറ്റമിൻ ഡി. ഓപ്ഷൻ സി വൈറ്റമിൻ കെ. ഓപ്ഷൻ സി പ്രോട്ടീൻ. ഓപ്ഷൻ ഡി ധാതുക്കൾ. ആൻസർ ഓപ്ഷൻ സി പ്രോട്ടീൻ. 8. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ഓപ്ഷൻ എ കൊഴുപ്പ്. ഓപ്ഷൻ ബി പ്രോട്ടീൻ. ഓപ്ഷൻ സി കാർബോഹൈഡ്രേറ്റ്. ഓപ്ഷൻ ഡി എല്ലാത്തിനും തുല്യമാണ്. ആൻസർ ഓപ്ഷൻ എ കൊഴുപ്പ്. 9. രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് മൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ? ഓപ്ഷൻ എ ഗ്ലോസൈറ്റിസ്. ഓപ്ഷൻ ബി ഹെപ്പറ്റൈറ്റിസ്. ഓപ്ഷൻ സി ഹൃദ്രോഗം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി ഹൃദ്രോഗം. 10. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ വൈറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ കട്ട പിടിക്കുന്നതിന്. ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. ഓപ്ഷൻ സി വൈറ്റമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. 11. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളുടെ എല്ലുകൾ ദുർബലമാവുകയോ മൃദുവാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. ഓപ്ഷൻ എ സ്കർവി. ഓപ്ഷൻ ബി കണ. ഓപ്ഷൻ സി ഗ്ലോസൈറ്റിസ്. ഓപ്ഷൻ ഡി ഓസ്റ്റിയോപോറോസിസ്. ആൻസർ ഓപ്ഷൻ ബി കണ. 12. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വൈറ്റമിൻസ് ആണ്. ഓപ്ഷൻ എ വൈറ്റമിൻ എ. ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി. ഓപ്ഷൻ സി ബി കോംപ്ലക്സ്. ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. ആൻസർ ഓപ്ഷൻ സി ബി കോംപ്ലക്സ്. വൈറ്റമിൻ കെ അടങ്ങിയ ഭക്ഷണങ്ങളിൽ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? 1. ക്യാബേജ്. 2. കോളിഫ്ലവർ. 3. ബ്രോക്കോളി. 4. ചീര. 5. കടുക്. 6. മല്ലിയില. ഓപ്ഷൻ എ 1, 2, 3. ഓപ്ഷൻ ബി 1, 3, 5, 6. ഓപ്ഷൻ സി 1, 2, 3, 5. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം.
14 മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി കാൽഷ്യം, ഓപ്ഷൻ സി അയോഡിൻ, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. 15 അയോഡിൻ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഇലക്കറികൾ, ഓപ്ഷൻ ബി മുട്ട, ഓപ്ഷൻ സി ശർക്കര, ഓപ്ഷൻ ഡി കടൽ വിഭവങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി കടൽ വിഭവങ്ങൾ. 16 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ധാതു ഏതാണ്? ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി അയഡിൻ, ഓപ്ഷൻ സി കാൽഷ്യം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി അയഡിൻ. 17 ഗ്ലോസൈറ്റിസ് എന്ന അസുഖത്തിന് കാരണം ഏത് വൈറ്റമിന്റെ കുറവാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ ഡി, ഓപ്ഷൻ ബി വൈറ്റമിൻ സി, ഓപ്ഷൻ സി വൈറ്റമിൻ ബി, ഓപ്ഷൻ ഡി വൈറ്റമിൻ എ. ആൻസർ ഓപ്ഷൻ സി വൈറ്റമിൻ ബി. 18 ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ വെളുത്ത രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണക വസ്തുവാണ്. ഓപ്ഷൻ ബി രക്തത്തിലെ ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഓപ്ഷൻ സി രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ വെളുത്ത രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണക വസ്തുവാണ്. 19 വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ നിശാന്തത, ഓപ്ഷൻ ബി കണ, ഓപ്ഷൻ സി വായ്പുണ്ണ്, ഓപ്ഷൻ ഡി സ്കർവി. ആൻസർ ഓപ്ഷൻ ഡി സ്കർവി. 20 അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ്. ഓപ്ഷൻ എ റിക്കറ്റ്സ്, ഓപ്ഷൻ ബി ഗോയിറ്റർ, ഓപ്ഷൻ സി ഓസ്റ്റിയോപോറോസിസ്, ഓപ്ഷൻ ഡി അനീമിയ. ആൻസർ ഓപ്ഷൻ സി ഓസ്റ്റിയോപോറോസിസ്. 21 തെറ്റായ പ്രസ്താവന ഏത്? സസ്യാഹാരങ്ങളിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കുവാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. ഓപ്ഷൻ ബി നാരുകൾ ഒരു പോഷക ഘടകമാണ്. ഓപ്ഷൻ സി ഇവർ ദഹനം, വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവയെ സുഗമമാക്കുന്നു. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 22 ഒരു ദിവസം നാം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകളുടെ ക്രമീകരണത്തിൽ കൂടിയവയിൽ നിന്നും കുറഞ്ഞവയിലേക്കുള്ള ക്രമീകരണം ഏത്? ഓപ്ഷൻ എ പച്ചക്കറികൾ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, കൊഴുപ്പുകൾ. ഓപ്ഷൻ ബി പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കൊഴുപ്പുകൾ. ഓപ്ഷൻ സി ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, കൊഴുപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ. ഓപ്ഷൻ ഡി പച്ചക്കറികൾ, ധാന്യങ്ങൾ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കൊഴുപ്പുകൾ. ആൻസർ ഓപ്ഷൻ ഡി പച്ചക്കറികൾ, ധാന്യങ്ങൾ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കൊഴുപ്പുകൾ. 23 ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്നതിന്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രാം, ഓപ്ഷൻ ബി കിലോഗ്രാം, ഓപ്ഷൻ സി കലോറി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി കലോറി. 24 ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി എത്ര കലോറി ഊർജ്ജം ആവശ്യമാണ്? ഓപ്ഷൻ എ 1600 മുതൽ 2000 കലോറി, ഓപ്ഷൻ ബി 1900 മുതൽ 2400 കലോറി, ഓപ്ഷൻ സി 1500 മുതൽ 2500 കലോറി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി 1900 മുതൽ 2400 കലോറി. 25 ഒരു മുതിർന്ന കുട്ടിക്ക് ശരാശരി എത്ര കലോറി ഊർജ്ജം ആവശ്യമാണ്? ഓപ്ഷൻ എ 1500 മുതൽ 2000 കലോറി, ഓപ്ഷൻ ബി 1000 മുതൽ 1500 കലോറി, ഓപ്ഷൻ സി 1200 മുതൽ 1400 കലോറി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി 1200 മുതൽ 1400 കലോറി.